ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല ദിവസമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത്. രാവിലെ മകനെ ടൂറ് കൊണ്ടുപോയി വിടേണ്ട പരിപാടിയൊക്കെ ആയിട്ട് ഇച്ചിരി നേരം വൈകുന്നു സ്റ്റാൻഡിലേക്കൊക്കെ പോകാനായിട്ട്. അങ്ങനെ ഫോൺ എടുക്കാൻ മറന്ന് പിന്നീട് വീട്ടിൽ വന്നപ്പോഴാണ് 2-3 ആൾക്കാർ വിളിച്ചിട്ടുണ്ട് രാവിലെ ഓട്ടം പറയാനായിട്ട്. അപ്പം അതിലെ ഒരു ഓട്ടം ആണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു പറമ്പിലൊരു ഏകദേശം 2 മരങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മഹാഗണി, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കൊടപ്പുളി എന്ന് പറയും. അപ്പോൾ 8 അടി നീളത്തിലാണ് അത് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതാൾ മില്ലിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്ന പരിപാടിക്ക് വേണ്ടിയിട്ടാണ് മുറിച്ചേക്കുന്നത്. അവിടെ ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു 8 അടിയുടെ കഷ്ണം വേണമെന്നുള്ളത്. അപ്പോൾ അവരെ പണിക്കാരാണിത്. നമ്മൾ സ്ഥിരം ഓട്ടം പോകുന്ന ഒരു ടീമാണ്. ഇപ്പോൾ ഒരു 1-1.5 ആഴ്ചയായിട്ട് ഞാനിപ്പോൾ ഇവരെ ഓട്ടം പോയിട്ടില്ല. കാരണം ഇവർ വിളിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിയിലൊക്കെ ആയിട്ടായിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെ രാവിലെ എൻ്റെ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മരം മുറിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എമ്മാട് നിന്ന് അഴീക്കോടുക്കാണെങ്കിൽ നമ്മൾ ഈ ലോഡ് കൊണ്ടുപോകാനുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ ചെന്ന് അപ്പോൾ സാധാരണ ഒരു നീളമുള്ള തടി അടക്കം പന്താണിക്കൊക്കെ എടുക്കും. ഇന്ന് അവർ പറഞ്ഞ് തോളിലെടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി തോളിലെടുത്ത് കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയിൽ അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിന് വലിയ തടിയൊക്കെ എടുക്കുന്നതാണ്. ഇപ്പം അവർ ഒരു 10 വർഷമൊക്കെ അടുപ്പിച്ച് ഈ പണി എടുത്തു കഴിഞ്ഞാലേ ഒരുവിധം എല്ലാവരും ഒന്ന് ചെറുതായിട്ട് തളരുകയും ഇതൊക്കെ ചെയ്യും. വരുന്ന ഒരു വരവിലെടുക്കുന്ന പണി 10 വർഷം കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ ചിലവരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പണി തന്നെ എടുക്കുന്നതും. ഇതിലും വലിയ മരങ്ങൾ ഒറ്റയ്ക്ക് ചുവന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ അങ്ങനത്തെ ആൾക്കാർ കുറവാണ്. നാടൻ പണിക്കാരൊക്കെ പോലത്തെ പണിക്കാരാണ്. ഞങ്ങളിവിടെ ഉള്ള നാട്ടിലുള്ളവരൊന്നും ഇങ്ങനെ ചുമടെടുക്കുന്ന ആൾക്കാരല്ല. കൂടുതലും ഉന്തുവണ്ടി പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള തടിയൊക്കെ അടുപ്പിക്കുക. അല്ലെങ്കിൽ അർബാന എന്ന് പറയും, വീൽ ബാരോ എന്ന് പറയും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വണ്ടിയിലേക്ക് ഇതൊക്കെ അടുപ്പിക്കുക. ഇവർ പന്താണിക്കാണ് കൂടുതലും അടുപ്പിക്കുന്നത്. ഇന്നിപ്പോൾ വേഗം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തോളിലെടുക്കുന്നതാണ്. നല്ല പണിക്കാരാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതിൻ്റെ പേരിൽ നല്ല പരിചയമാണ്. അത്യാവശ്യം ഇവരൊപ്പം നമ്മളും ചുവട് എടുക്കാറുണ്ട്, പന്താണിക്ക് പിടിക്കാറുണ്ട്. ഇവരിലെ ആരെങ്കിലുമൊക്കെ വല്ല വയ്യാതാകെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ കാണുമ്പോൾ നമ്മളും അവരുടെ ഇടയിലൊക്കെ കയറി നിന്ന് സഹായിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി. നമ്മൾ വണ്ടി കൊണ്ടാണിപ്പോൾ ജീവിക്കുന്നത്. വണ്ടി ഉപയോഗിച്ചുള്ള ഓരോരോ പരിപാടികളൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ വണ്ടി ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ ഓട്ടം വിളിക്കും. നമ്മളെ ചില സമയത്ത് നമ്മളെ ഒരു പണിക്കാരെ കുറച്ചിട്ട് അവരെ കൂടെ പണിക്കൊക്കെ നിർത്തും. അവർ കറക്റ്റായിട്ട് പണിക്കാശൊക്കെ തരുന്ന കുറേ നല്ല വ്യക്തികളുണ്ട് നമ്മൾ വിളിക്കുന്നതിൽ. അങ്ങനെയൊക്കെയാണ് നമ്മൾ നാട്ടിൽ ഈ വണ്ടി ഫീൽഡൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നന്ദി, താങ്ക് യു.